ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള 2 വളങ്ങളെയാണ്. കൂടുതൽ സമയവും അടുക്കളയിൽ സമയം ചെലവഴിക്കുന്ന നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ ചെടികൾക്ക് കൊടുക്കാവുന്ന ഒരു വളത്തെയാണ്. അത് അവസരോചിതമായിട്ടാണ് നമ്മൾ നൽകുന്നത്. ഈ വളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ദിവസം നമുക്കിത് വളമായിട്ട് ചെടികൾക്ക് നൽകാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർ തന്നെയാണ്. അപ്പം സമാന ചിന്താഗതിക്കാരായ എന്നെപ്പോലെയുള്ള വീട്ടമ്മമാരുടെ ആവശ്യപ്രകാരവും അവരുടെ ആഗ്രഹപ്രകാരവുമാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതിൽ നിങ്ങൾ യാതൊരുവിധ മടിയും കാണിക്കരുത്. നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സംശയം ചോദിക്കുന്നത് കൊണ്ടോ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്തുന്നത് കൊണ്ടോ നമുക്ക് യാതൊരുവിധ നഷ്ടവുമില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ സംശയം മറ്റൊരാൾക്ക് ഒരു പുതിയ അറിവാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇതിൽ കൂടുതൽ ഉണ്ടെങ്കിലോ നിങ്ങളത് രേഖപ്പെടുത്തുന്നതിൽ യാതൊരുവിധ മടിയും കാണിക്കരുത്. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉപകാരപ്പെടുന്ന ഒരു കാര്യം ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, യാതൊരു നിബന്ധനയും ഇപ്പോൾ യൂട്യൂബ് വെച്ചിട്ടില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനവും അതിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ് എൻ്റെ ഒരു ഊർജ്ജം. പുതിയൊരു വീഡിയോ നിർമ്മിക്കണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഏറ്റവും മികച്ച 2 ലിക്വിഡ് ഫെർട്ടിലൈസറുകളാണ്. പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും മറ്റ് ഏതുവിധ പച്ചക്കറികൾക്കും നമ്മൾ ചട്ടിയിൽ നട്ടിരിക്കുന്ന ഫലവൃക്ഷ തൈകൾ, പ്രത്യേകിച്ചും ബഡ് ഇനങ്ങളൊക്കെ നമ്മുടെ ചട്ടിയിൽ നട്ടുവെക്കും. ഇതിനെല്ലാം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വളമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും വേണ്ട, അവസരോചിതമായിട്ടാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ വളമാക്കി മാറ്റുന്നത്. നമ്മൾ ഈ ഒരു പദാർത്ഥം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ നമുക്കിത് വളമാക്കി മാറ്റാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പച്ചക്കായയാണ്. ഇത് പച്ച ഏത്തക്കായയാണ്. അപ്പോൾ ഏത്തക്കായയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്, ഇപ്പോൾ പച്ചക്കായ ഏതാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യമാണ്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ചെടികളിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ചെടികളിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും എല്ലാം ആക്റ്റീവായിട്ട് നിർത്തുന്നതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് വളം നിർമ്മിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് കറി വെക്കാൻ നേരത്ത് ഇതിൻ്റെ തൊലി കുറച്ച് എടുത്ത് മാറ്റും. അപ്പോൾ തൊലിയുടെ തൊട്ടടിയിലിരിക്കുന്ന ആ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ തൊലി ഒരുപാട് നീക്കിക്കളയാനായിട്ട് പാടില്ല. ഒരു ലെയർ നമ്മൾ ഇളക്കി കളയുകയാണ് പതിവ്. അപ്പോൾ കുറച്ച് തൊലിയുടെ ഭാഗങ്ങൾ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ കായലിരുന്നെന്ന് വിചാരിച്ച് യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞു വെക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കും. അപ്പോൾ ഇതിലൊരു കറയുണ്ട്. ഈ കറയിലാണ് കൂടുതലായിട്ടും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഈ കറ എടുക്കുന്നതിനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം നേർപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കഞ്ഞിവെള്ളം, കുത്തരിയുടെ കഞ്ഞിവെള്ളമാണ്, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേന് ഇതിലുള്ള ആ ഒരു പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ്, അതായത് ഇതിൻ്റെ കറയാണ്, നമ്മൾ സാധാരണ കറ കളയുന്നതെന്നാണ് പറയുന്നത്, ഇത് ഈ വെള്ളത്തിലേക്ക് ലയിക്കും. പിന്നീട് നമ്മൾ ഈ ഒരു കായ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒട്ടലൊക്കെ മാറി നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ശരിക്കും കറി വെക്കുമ്പോൾ ഈ പൊട്ടാസ്യത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറി വെച്ച് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കറിയാക്കി ഉപയോഗിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളിലും പകുതി വൈറ്റമിൻസ് നഷ്ടമാകുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. കുറച്ച് സമയം ഈ വെള്ളത്തിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് വാരി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കായയുടെ ആദ്യമേ എടുത്ത് വെച്ച തൊലി ഇതിലേക്കിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു വൈറ്റമിൻസ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഇതിൽ നിന്നും ഈ ഒരു കായയുടെ തൊലിയെല്ലാം എടുത്ത് മാറ്റി ഈ വെള്ളം മാത്രമായിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നമുക്കത് ഒന്ന് വാരി കളഞ്ഞാൽ മതി. അതിനുശേഷം ഇതുപോലെ ഇരട്ടി വെള്ളം, ഇത്രയും തന്നെ വെള്ളം എടുക്കുക. ഈ വെള്ളം ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസർ റെഡിയായി കഴിഞ്ഞു. നമ്മൾ അധികം വെള്ളം ചേർക്കാത്തത് ഈ കഞ്ഞി വെള്ളത്തിൽ ഓൾറെഡി കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇരട്ടി വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 10 ഇരട്ടി വെള്ളത്തിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല.
ഇതുപോലെ ഒരു ഇരട്ടി വെള്ളം എടുക്കുക. അത്രയും തന്നെ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മൾ ഒരുപാട് തൂവി കളയാൻ തക്കവണ്ണം ഒഴിക്കേണ്ട, ചെടിയുടെ ചുവട്ടിലും മണ്ണിൽ പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഫെർട്ടിലൈസർ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെടികൾക്ക് ഒഴിക്കാനൊന്നും കാണത്തില്ല. വളരെ പ്രധാനപ്പെട്ട നമുക്ക് പൂക്കളുണ്ടാവുന്നതോ അതല്ലെങ്കിൽ ഇലച്ചെടികൾക്കോ ഒക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ്. വളരെയധികം ഭംഗിയായിട്ട് നമ്മുടെ ചെടികൾ നിൽക്കും. യാതൊരു ചിലവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഫെർട്ടിലൈസറാണിത്. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതും ഇതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ചെടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങിൽ നിന്നാണ്. അപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ഇതുപോലെ മുളപ്പ് വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ സാധാരണയായിട്ട് കറി വെക്കാനായിട്ട് എടുക്കുന്നതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഭാഗം, അതിൻ്റെ തൊലി നീക്കം ചെയ്ത് വെക്കുക. അതിൻ്റെ ആ ഒരു മാംസഭാഗം നമുക്ക് ആവശ്യമില്ല. ഈ തൊലിയെല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇട്ടു, ഇത് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗശൂന്യമാണെന്ന് പറയാൻ കാര്യം, ഇത്തരത്തിൽ മുളപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിൽ ചെറിയതായിട്ട് വിഷാംശം ഉണ്ടാവാറുണ്ട്. ഏത് തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗമാണെങ്കിലും അതിൽ മുളപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ലെന്നാണ് പറയുന്നത് പൊതുവേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുളപ്പ് വന്നത് സാധാരണ എടുത്ത് കളയാറാണ് പതിവ്. ഇല്ലെങ്കിൽ ഇത് കിളിപ്പിച്ചൊക്കെ എടുക്കാറുണ്ട്. നമ്മുടെ കാലാവസ്ഥയിൽ അത്രയ്ക്ക് അത് പിടിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മളത് മുളപ്പിച്ചെടുത്ത് കഴിഞ്ഞാലും അതിൽ കിഴങ്ങൊന്നും അധികം പിടിക്കുന്നതല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം ഒന്ന് മാറിക്കിട്ടും. ഈ ഒരു ലിക്വിഡാണ് നമ്മൾ ചെടികളിലേക്ക് പ്രയോഗിക്കുന്നത്. ഈ ലിക്വിഡ് നമ്മളാരും വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല, വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണിത്. നിങ്ങൾ പ്രത്യേകം ഇത് തന്നെ എടുത്ത് മറ്റ് പച്ചക്കറികളോടൊപ്പം ഒന്നും ചേർക്കാതെ ഇതിൻ്റെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മാത്രം എടുത്തിട്ടൊരു ലിക്വിഡ് ഉണ്ടാക്കി നമ്മുടെ ചെടികളിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രയോഗിച്ച് നോക്കുക. നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് ഈ ഒരു ലിക്വിഡിൻ്റെ ഗുണങ്ങൾ. ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി. അത് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇരട്ടി വെള്ളം അതല്ലെങ്കിൽ 2 ഇരട്ടി വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒരുപാട് തൊലിയൊക്കെ ഇടുകയാണെങ്കിൽ ഒരു 2-3 ഇരട്ടി വരെ വെള്ളം ചേർക്കാവുന്നതാണ്. ഈ ഒരു വളം നമ്മുടെ എല്ലാ തരം ചെടികൾക്കും കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും പൂക്കളുണ്ടാകുന്ന ചെടികൾക്കായിരിക്കും കൂടുതലായിട്ടും പ്രയോജനം കിട്ടുന്നത്. ജമന്തി, റോസ്, തെറ്റി ഇങ്ങനെയുള്ളവ എല്ലാത്തിനും നമുക്കിത് പ്രയോഗിക്കാവുന്നതാണ്. ഇനി പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വളം നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാകുന്നതെന്ന് കരുതി ഒരു ചെടിക്ക് തന്നെ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഒരു ചെടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്നും ഈ ഒരു വളം ഉണ്ടാക്കുന്നെങ്കിൽ നമ്മുടെ പല ചെടികൾക്കായിട്ട് ഇത് പ്രയോഗിച്ചു കൊടുക്കുക. ഒരേ വളം തന്നെ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഒരു ചെടിക്ക് നിങ്ങൾ പ്രയോഗിക്കരുത്. അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ യാതൊരുവിധ വളങ്ങളും നമ്മുടെ ചെടികളിലേക്ക് പ്രയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് വളങ്ങൾ പരിചയപ്പെടുന്നു എന്ന് കരുതി അതെല്ലാം കൂടി നമുക്ക് ഒരു ചെടിയിൽ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഗുണത്തെക്കാളേറെ. ഏത് വളമായാലും നമ്മുടെ ചെടികളിലേക്ക് പ്രയോഗിക്കുന്നതിന് മുമ്പ് അത് കൊടുക്കേണ്ട അളവും കൊടുക്കേണ്ട ഇടവേളയും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.